ഞങ്ങളിപ്പോ ഉള്ളത് खाने के लिए देने वाला ना? ये कितना रुपया है भैया? 10 का दे दो भैया. 10 रुपये को दे दो. നമ്മൾ ഈ പ്രാവിന് തീറ്റയൊക്കെ വാങ്ങിയിട്ട് പോണത് ഭയങ്കര സ്പെഷ്യാലിറ്റിയുള്ള ഒരു സ്ഥലത്തേക്കാട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. നമ്മുടെ കാശ്മീരുള്ള ഫസ്റ്റ് മസ്ജിദായിട്ടുള്ള കാൻഖായി മൗല മസ്ജിദിലേക്കാണ്, അഥവാ ഷായ് ഹംദാൻ മസ്ജിദിലേക്കാണ് ഗൈസ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രാവുകൾ തന്നെ കേട്ടോ. ഇവർക്ക് നമ്മളവിടെ ചെന്ന ടൈമിൽ ഇവർ എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റും അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെയുള്ള കാരണവന്മാർ ഇവർക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കും. ഇവർ കൂട്ടം കൂടിക്കുമ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ കയറി പാഞ്ഞ് പറത്തിച്ച് കുറേ വീഡിയോസൊക്കെ എടുക്കും. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണാൻ ഭയങ്കര രസമാണെങ്കിലും അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കിളികൾ മൊത്തം പാറും. നേരത്തെ കുറച്ച് പ്രാവുകൾ പറഞ്ഞ കണ്ടില്ലേ, അതേപോലെ നമ്മുടെ കിളികൾ മൊത്തം പാറും. കാരണം ഇവർ ഈ ചുമരിലും തൂണിലും സീലിങ്ങിൻ്റെ മുകളിലൊക്കെ ചെയ്തു വെച്ച ആർട്ട് വർക്കുകൾ കാണുമ്പം ഇപ്പോൾ ഈ വോളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ വെച്ചിട്ട് ഇവർ ഒരു പാറ്റേണൊക്കെ അറേഞ്ച് ചെയ്ത് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആട്ടോ. അതിനാണ് കായ്. കലയെയും കലാകാരന്മാരെയും ആർക്കിടെക്ചർമാരെയും ആർക്കിടെക്ചറുകളോടൊക്കെ പ്രണയം തോന്നുന്നവരാണെങ്കിൽ ഒരിക്കലും കാശ്മീർ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ കൈയൊന്ന് ചൂടാക്കണം. ഇത് നമ്മള് കൈ മരവിച്ചതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വീഡിയോ കേട്ട ചീത്ത ഇത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ ഉള്ളത് അസ്രത്ത് ബാൽ മസ്ജിദിന് മുന്നിലാണ് കേട്ടോ. हेलो अब गाइस हमारा नया फ्रेंड भैया इधर देखो फोटो में तैमूर ऐसे तैमूर आरे അവണ്ടാ മനസ്സിലായില്ല കൊടുക്കണ നോ नहीं इधर किस करेगा किस कर से भैया इधर किसी कर इसको टाइम किसी आकर से मत चल किसी आकर से ഗൈസ് നമ്മൾ അസ്രത്ത് ബാൽ മസ്ജിദിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു മരം നോക്കി, ഇങ്ങനത്തെ മരങ്ങൾ അവിടെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, നല്ലൊരു ഭംഗിയാട്ടോ. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ചില്ലേൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ, ഇതിൻ്റെ മുകളിൽ പക്ഷികളൊക്കെ കൂട് വെച്ചിന്. ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയത്. വേറെ സീസണുകളിൽ ഇതിൻ്റെ മുകളിലെ ഇലയൊക്കെ വന്ന് വേറെ കോലത്തിലേക്ക്. പിന്നെ നമ്മുടെ കാശ്മീരിലേക്ക് ഫേമസ് ആയ വാൽനട്ട് ഫ്ലഡ്സ് ടൈം കഴിഞ്ഞാൽ അത് തീരും. അതിപ്പോൾ തീർന്നുണ്ടാവും മിക്കവാറും. കണ്ടോ, അവർക്ക് പേടിയാവില്ലേ? ചീത്ത ഇട്ടിട്ട് നല്ല പേടിയാണ്ട്. അത് കഴിഞ്ഞിട്ട് പെര പോയി കിടന്നുറങ്ങാ പിന്നത്തെ. അപ്പൊ ഗൈസ് നമ്മളെ അസ്രത്ത് പാൽ മസ്ജിദിന്റെ ഓപ്പോസിറ്റുള്ള, അതായത് അസ്രത്ത് പാലിൽ വന്നിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട്. എന്താ വാൽനട്ട് ഫഡ്ജ്.
ഈ വാൽനട്ട് ഫ്രെഡ്ജ് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് പൈസ ഓഫർ ചെയ്തിട്ട് അതിൻ്റെ റെസിപ്പി ഒരു പറഞ്ഞിട്ടില്ല. എത്രയോ ലക്ഷം, 60 ലക്ഷം 70 ലക്ഷം ഒക്കെ അന്ത കാലത്ത് വന്ന് ചോദിച്ചിട്ട് ഒരു അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടില്ല. അത്രയും വലിയ ഒരു സംഭവമാണ്. മൂൺലൈറ്റ് എന്നാണ് ഈ കടേൻ്റെ പേര്. വാൽനട്ട് ഫ്രെഡ്ജ് ഷോപ്പാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു മോസ്റ്റ് എന്താ പറയുക, ഒരു എന്താ പറയുക, എന്തായാലും പറയാ, ഒന്ന് പൊലിപ്പിച്ച് പറയടാ. ഇന്ത്യയിലെ തന്നെ ഒരു സെറ്റപ്പ്, എന്തെങ്കിലും ഒരു സംഭവം പറയും. എന്താ ടേസ്റ്റാ, എങ്ങനെയുണ്ട്? എനിക്കൊന്നോടാ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ വാൽനട്ട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ വാൽനട്ട് ഫ്രെഡ്ജ്. എങ്ങനെയുണ്ട് വാസി കഴിച്ചിട്ട്? അലിഞ്ഞങ്ങോട്ട് പോകും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താണോ നമ്മൾ ഫസ്റ്റ് ബൈറ്റ് അടിക്കുമ്പോൾ തന്നെ അലിഞ്ഞങ്ങോട്ട് പോകും. സാൻഡ്വിച്ച് സെറ്റപ്പ് മനസ്സിലാവും. നമ്മളെ ബക്ലാവിന്റെ ഒരു ടച്ച് നോക്കി തിന്നാൻ തോന്നണടാ. കറക്റ്റ് കാണാം. അത് നോക്ക്, ഇത് കാണിച്ചു കൊടുക്കും. 3-4 ലെയേഴ്സ് ഇട്ടുണ്ട്. ഇടയിലൊരു മധുരം കൂടുതൽ സ്വീറ്റായിട്ട് സാൻഡ്വിച്ച് സെറ്റപ്പ് ആയിട്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ വാൽനട്ട് ഫ്രെഡ്ജ്. ഇത് ഞാനൊരു കടി കടിച്ചിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടില്ല. വന്നിട്ട് നല്ല നോക്കണം. സത്യം പറഞ്ഞാൽ അവിടെ വന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാതെ പോയിരുന്നു. 1896 ഏകദേശം ഈ കട സ്റ്റാർട്ടാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ വാൽനട്ട് ഫ്രെഡ്ജിൻ്റെ ഷോപ്പ് ഇട്ടോ. മൂൺലൈറ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. എല്ലാവരും ഇത് തിന്നണം. ഞാനത് സേവ് ചെയ്തിച്ചു. കാശ്മീർ എത്തുന്ന നമുക്ക് അറിയില്ല. അങ്ങനെ അതും കഴിഞ്ഞു ഗൈസ്. അത് ആ ടേസ്റ്റ് ആസ്വദിച്ചു. കുറേ കാര്യങ്ങളെ അതല്ല കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ. ഞങ്ങള് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് വീഡിയോയിൽ കാണേക്കാ ഭംഗിയാട്ടോ റിയലില്ലേ. ഈ ആ പള്ളി അതല്ലേ അങ്ങോട്ടല്ലേ ആണോ? അതന്നെയാണോ മണ്ട. പക്ഷെ എന്തൊക്കെയാ ഇതിപ്പോ നമ്മളെ മറ്റേ സീസണാണ് ആലോചിക്കുക. മഞ്ഞ് പെയ്യണതിന് തൊട്ട് മുന്നുള്ള സീസൺ. മനസ്സിലായോ? ആ മഞ്ഞല്ലേ അതൊക്കെ റോഡൊക്കെ മൂടും. അടിപൊളി റോട്ടിങ്ങനെ ചെട്ടാവും. ആ അയ്യല്ലേ നോക്കട്ടെ. നമ്മളെ കാനഡേന്റെ അല്ല അല്ലേ? ആയല്ലത് കാനഡേന്റെ അല്ല. സ്പ്രിംഗില് തപ്പ എങ്ങനെ പച്ച കളർ എടാ സ്പ്രിംഗിലോ? സ്പ്രിംഗില് ചുവപ്പ് കളർ ആയിരിക്കും. ഓട്ടം സീസണിലെ ഏത് കളർ? മഞ്ഞ കളറാ. മഞ്ഞങ്ങനെ ഈ മരമൊക്കെ കണ്ട വേറെ ലെവലേക്കില്ല അവിടെ ഉള്ളത്. അപ്പോൾ ഗൈസ് ഇനി നമ്മളെ ഫുഡ് സ്ട്രീറ്റ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം സമയമുണ്ടോ അറിയില്ല. നമുക്ക് കിട്ടണത് തിന്ന് പോകാതായിരിക്കും നന്നാവുക. എന്തായാലും നമുക്ക് കാശ്മീർക്ക് ഒരു വരെ കൂടി വരണല്ലേ. ഓരോരോ പാർട്ടായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നല്ലേ. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്യാം. തൽക്കാലം ഒന്ന് പോയൊക്കെ എന്തൊക്കെ സെറ്റപ്പുകളാണ് അവിടെ ഉള്ളത്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അതെ ഗൈസ്.